ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ ആർഎസിൻ്റെ തെരുവുകളിലൂടെ മദ്യപിച്ച് മതോന്മത്തനായി വ്യഭിചാരം ചെയ്ത് പാപത്തിൻ്റെ പടുകുഴിയിലേക്ക് വീണുപോയ അഗസ്റ്റിൻ എന്ന ചെറുപ്പക്കാരൻ സഭയിലെ ഏറ്റവും വലിയ വിശുദ്ധനായ സെൻ്റ് അഗസ്റ്റിനായി മാറി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും പാപത്തിൻ്റെ വഴിയിലൂടെയാണോ സഞ്ചരിക്കുന്നത്, അല്ലെങ്കിൽ മാരക പാപത്തിൽ വീണുപോയിട്ട് തിരിച്ച് കയറാൻ പറ്റാത്ത അവസ്ഥയിലൂടെയാണോ കടന്നു പോകുന്നത്? നമ്മുടെ മുമ്പിൽ ഇനിയും സാധ്യതകളുണ്ട്. കാരണം ഈശോ വിശുദ്ധ പൗസ്റ്റിനായോട് പറഞ്ഞിരിക്കുന്നത്, ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാപിയിലേക്കാണ് എൻ്റെ കരുണ ഒഴുകിയിറങ്ങുന്നത് എന്ന്. ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ വിളിക്കാനാണെന്ന് പറഞ്ഞ ഈശോയുടെ കരുണ അനുഭവിച്ച് അറിഞ്ഞതുകൊണ്ടാണ് എനിക്ക് ഈ സന്ദേശം നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ കഴിഞ്ഞ ധ്യാനത്തിന് ഒരു പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഈശോയുടെ ആക്കിയപ്പോൾ ഈ പെൺകുട്ടിയുടെ ജീവിതത്തിൽ ജോലി മേഖലയിൽ എപ്പോഴും തടസ്സങ്ങളാണ്. ഇൻ്റർവ്യൂവിന് പോകും, എന്നാൽ അതെല്ലാം റിജക്റ്റ് ആയിപ്പോവും. അങ്ങനെ വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ഈ പെൺകുട്ടിക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും, പള്ളിയിൽ പോകും, ബൈബിൾ വായിക്കും, ഇതെല്ലാം ചെയ്യുന്നുണ്ട്, ഈശോയ്ക്ക് എന്നോട് സ്നേഹമില്ല എന്നിങ്ങനെ പറഞ്ഞിങ്ങനെ വിങ്ങിപ്പൊട്ടി കരയുവാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ എനിക്കും വല്ലാത്തൊരു സങ്കടം തോന്നി. ഇത്രയൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നിങ്ങനെ ഞാനും ഇങ്ങനെ ഓർത്ത്. ഏതായാലും ഞാൻ ഈ പെൺകുട്ടി നമുക്ക് പ്രാർത്ഥിക്കാം, പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ഈ പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഒത്തിരി കുഞ്ഞുങ്ങളെ ഇങ്ങനെ, ചെറിയ കുഞ്ഞുങ്ങളെ ഇങ്ങനെ കാണിച്ചു, ഗർഭസ്ഥ ശിശുക്കളെ ഇങ്ങനെ കാണിച്ചു തന്നപ്പോൾ ഞാൻ ഓർത്ത് ഈ പെൺകുട്ടി ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന കാര്യമാണെന്ന് ഓർത്ത് ഈ പെൺകുട്ടിയോട് ഇങ്ങനെ ചോദിച്ചു, ഗർഭസ്ഥ ശിശുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, ഇങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, ജപമാലയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ടെന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, അങ്ങനെയല്ല, അബോർഷനുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ പാപങ്ങൾ ഈ പെൺകുട്ടിയുടെ ജീവിതത്തിലുണ്ട്, ഇത് ചോദിക്കാൻ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഈ പെൺകുട്ടിയോട് ചോദിച്ചപ്പോൾ ഈ പെൺകുട്ടി ഈ +2 പഠനത്തിന് ശേഷം കേരളത്തിന് വെളിയിലുള്ള ഒരു കോളേജിൽ ഒരു കോഴ്സ് പഠിക്കുവാൻ വേണ്ടി പോയി. അവിടെ വെച്ച് ചില പാപത്തിൻ്റെ വഴിയിലൂടെയൊക്കെ സഞ്ചരിച്ച് ഈ പെൺകുട്ടിയുടെ കൂട്ടുകാരികളൊക്കെ പാപത്തിലേക്ക് വീണു പോവുകയും അബോർഷൻ ചെയ്യുവാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഈ പെൺകുട്ടി കൂട്ടുപോവുകയും ഈ പെൺകുട്ടിയുടെ ജീവിതത്തിലും ഇതുപോലെയൊക്കെയുള്ള അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഈ പെൺകുട്ടി ഒരിക്കലും കുമ്പസാരത്തിലേറ്റ് പറയുകയോ അനുദപിക്കുകയോ ഒന്നും ചെയ്തില്ല. ഇപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ മുമ്പോട്ട് പോകുന്നു. ഈശോ എന്നെ അനുഗ്രഹിക്കുന്നില്ല, ഈശോയ്ക്ക് എന്നോട് ഇഷ്ടമില്ല എന്നിങ്ങനെ പറഞ്ഞ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനൊരു വചനം ഈ പെൺകുട്ടി പറഞ്ഞു കൊടുത്തു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന വചനമാണ്. ഹോസിയ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 4-ാം വാക്യം, തങ്ങളുടെ ദൈവത്തിൻ്റെ അടുത്തേക്ക് തിരികെ പോകുവാൻ അവരുടെ പ്രവൃത്തികൾ അവരെ അനുവദിക്കുന്നില്ല, കാരണം വ്യഭിചാര ദുർഭൂതം അവരിൽ കുടികൊള്ളുന്നു, അവർ കർത്താവിനെ അറിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വചനം പറഞ്ഞു കൊടുത്തപ്പോൾ ഈ പെൺകുട്ടിയുടെ ഉള്ളിലൊരു വേദനയും, ഇത്രയും നാളും ഞാനിങ്ങനെ ഈശോയെ വേദനിപ്പിക്കുകയായിരുന്നല്ലോ ചെയ്തത് എന്നോർത്ത് ഈ പെൺകുട്ടിക്ക് ഒരു അനുതാപം ഉണ്ടായി. ഏതായാലും ഈ പെൺകുട്ടിയോട് പറഞ്ഞു, നല്ലൊരു കുമ്പസാരം നടത്തി ഈശോയെ സ്വീകരിച്ചു കഴിയുമ്പോൾ ഈ പാപാവസ്ഥയിൽ നിന്നെല്ലാം കർത്താവ് വിടുതൽ നൽകി അനുഗ്രഹിക്കും എന്നിങ്ങനെ പറഞ്ഞു. ഏതായാലും ഈ പെൺകുട്ടി കണ്ണുനീരോടുകൂടി പോയി കുമ്പസാരിക്കുകയും ഈശോയെ സ്വീകരിക്കുകയൊക്കെ ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഞാനത് പറയുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ജഡിക പാപത്തിൽ ഇതുപോലെയൊക്കെ അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ വ്യഭിചാര ദുർബോധം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും ഈശോയിൽ നിന്ന് നമ്മളെ അകറ്റിക്കൊണ്ടു പോവുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചെറിയ പ്രാർത്ഥനകളൊക്കെ ആയിട്ടിരുന്ന ഇതെല്ലാം നിസ്സാരമായിട്ട് സിമ്പിളായിട്ട് ഇങ്ങനെ കരുതി മുൻപോട്ട് പോകുന്നവരാണ്. എന്നാൽ പരിശുദ്ധ കുമ്പസാരത്തിൽ അനുതാപത്തോടെ ഈ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പരിശുദ്ധ കുർബാനയിൽ ഈശോയെ സ്വീകരിക്കാത്തടത്തോളം കാലം ഈ വ്യഭിചാരത്തിൻ്റെ ദുർബോധം നമ്മളെ കൊടുകൊള്ളുകയും നമ്മളെ പാപത്തിൻ്റെ വഴിയിലൂടെ തന്നെ മുൻപോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. അതിനുള്ള ഏക പരിഹാരം കുമ്പസാരത്തിലെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഈശോയെ സ്വീകരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 34:18, ഹൃദയം നുറങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമൊരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. ഹൃദയത്തിൽ അനുതാപത്തോടുകൂടി ഈശോയ്ക്കെതിരെ ഞാനിങ്ങനെ തെറ്റ് ചെയ്ത് പോയല്ലോ എന്നോർത്ത്, അബോർഷൻ ചെയ്യുക എന്ന് പറയുന്നത് കൊലപാതകമാണ്, 5-ാം പ്രമാണം ലംഘിക്കുന്ന പാപമാണ്. അതുകൊണ്ട് അനുതാപത്തോടുകൂടി കുമ്പസാരത്തിലെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഈശോയെ സ്വീകരിക്കുക. ഇതുപോലെ പാപാവസ്ഥയിലൂടെ കടന്നു പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരിക്കലും ഈശോ നിങ്ങളെ തള്ളിക്കളയുകയില്ല. ഈശോ നിങ്ങളെ ചേർത്ത് പിടിക്കും. ധൂർത്തപുത്രൻ്റെ തിരിച്ചുവരവിന് വേണ്ടി പിതാവ് കാത്തിരുന്നത് പോലെ ഇതുപോലെ അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുള്ളവരുടെ തിരിച്ചുവരവിന് വേണ്ടി ഈശോ ആഗ്രഹിച്ചിരിക്കുകയാണ്. നിങ്ങളെ ഓരോരുത്തരെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥവും വിശുദ്ധ മിഖായേൽ ദൂതൻ്റെ സംരക്ഷണവും എപ്പോഴും നിങ്ങൾ ഓരോരുത്തരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ആവേ മരിയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.